ഒന്നിനും കയറണ്ട. ഇതിപ്പോൾ നമ്മൾ ചണ്ഡീഗറിലുള്ള സുഖ്ന ലേക്ക് കാണാൻ വന്നേക്കുന്നതാണേ. ചണ്ഡീഗറാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് സിറ്റി. അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രത്യേകതകളുണ്ട്. ഇവിടെയൊക്കെ ബൊഗെയിൻവില്ല നല്ല ഭംഗിയായിട്ട് പൂത്ത് തുടങ്ങിയിട്ടാ. ക്രിസാന്തമവും ഒക്കെ ആയിട്ട് ബൊഗെയിൻവില്ലകൾ സൂപ്പർ, ഒരു രക്ഷയില്ല. ക്ലൈമറ്റിൻ്റെയും കൂടെ ഇത് ഇവിടുത്തെ സുഖ്ന ലേക്കിൻ്റെ അകത്തുള്ളൊരു മറ്റേ ഷോപ്പിംഗ് ഹബ്ബ്, മറ്റേ പിന്നെന്താ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ്സ്, അങ്ങനെ എല്ലാം കൂടെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഭയങ്കര കിടിലം എന്ന് വെച്ചാൽ ഇവിടെ ആൾക്കാർ ഒരുപാട് പേര് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാവരും അവരവരെ കാര്യം നോക്കി പോകുന്നു എന്നുള്ളതല്ലാണ്ട് വേറൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. എല്ലാ രീതിയിലുള്ള ഇതുമുണ്ട്. എന്നുവെച്ചാൽ പെയിൻറ്റിങ് ഉണ്ട്, കണ്ടോ? ആൾക്കാരെ മുഖം വരച്ചു കൊടുക്കുന്നത്, ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. എനിക്കറിയാം. പിന്നെ ദേ ഇവിടെ ഇതിൻ്റെ അകത്ത് ഉള്ള ലേക്കിൽ ഉള്ള ബോട്ടിങ്. പിന്നെ അപ്പുറത്ത് കുറച്ച് റൈഡ്സ് ഉണ്ട് കൊച്ചു പിള്ളേർക്ക് വേണ്ടിയിട്ട്. ഇത് ഈ മിക്സ്ചർ പോലത്തെ എന്തോ സാധനമാണ്. എനിക്ക് പക്ഷെ വായ്പൊള്ളലുള്ളത് കാരണം എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ വയ്യ. ഒന്നാമത്തെ കാര്യം നാളെ യാത്രയുണ്ട്. അപ്പം എന്താ എത്ര സമയമാവുമെന്ന് ചോദിച്ചു നോക്ക്. ഇത് തേങ്ങയാണെന്ന് തോന്നുന്നു, കൊപ്രയോ ചോദിച്ചു നോക്ക്. ഇതാണ് അമ്യൂസ്മെൻറ്റ് പാർക്ക്. ഇതിൻ്റെ അകത്ത് മറ്റേ ഇതെല്ലാം കറങ്ങുന്നതും ട്രെയിനും ഒക്കെ ആയിട്ടുള്ളത്. ഞാൻ പിന്നെ അതിൻ്റെ അകത്തൊന്നും അങ്ങനെ കയറുന്നില്ല. ദീപുവിനിങ്ങനെ ഫോട്ടോ വരപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. വേണ്ട, ആഗ്രഹം ഒന്നും മാറുന്നില്ലേ. ഈ പിള്ളേരെ കൊണ്ട് വരപ്പിക്കാം. ഒരാളുടെ ഫോട്ടോ വരയ്ക്കുന്നതിന് 500 രൂപയാണ്. അതോടുകൂടി ദീപുവിന് ആഗ്രഹം അങ്ങ് മാറിക്കിട്ടി. പിന്നെ ഇതേ കാറ്, മറ്റേ നമ്മൾ ഈ ഇവിടെ അല്ലേ കണ്ടിട്ടുള്ളൂ എന്താ ഈ മറ്റേ ഗോ കാട്ടിങ് പോലെ കുഞ്ഞി കാർ ഓടിച്ചിങ്ങനെ, അതൊക്കെ ഇവിടെ ഇതിൻ്റെ സൈഡിലുമുണ്ട്. കിടിലം ഒരു വെൽ പ്ലാൻഡ് സിറ്റി എന്ന് തന്നെ പറയാം. കാരണം No issues. It's okay. അപ്പോൾ എന്തുവാണ്, ഇപ്പോൾ ഒരാൾ വന്നിട്ട് എന്തോന്ന് ഷൂസ് വൃത്തിയാക്കണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട. ഒന്നാമത്തെ കാര്യം എനിക്ക് ഹിന്ദി വളരെ കുറച്ചേ അറിയാവൂ. പിന്നെ ഈ മനുഷ്യന്മാരുടെ അടുത്ത് എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടാന്ന് തന്നെ മറ്റേ ഈ ജഗതി പറയുന്ന പോലെ പറയേണ്ടി വരും കിലുക്കത്തിൽ. കണ്ടോ, ഇതാണ് സുഖ്ന ലേക്ക്. കൊള്ളാം. ദീപു എവിടെയെന്നും കൂടിയാണ് ഞാൻ ഈ കൂടത്തിൽ നോക്കുന്നത്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം തണുപ്പുണ്ട്. ക്ലൈമറ്റ് അത്യാവശ്യം തണുപ്പുണ്ട്. പുറത്ത് ദൂരോട്ടൊക്കെ കൂടമഞ്ഞൊക്കെ കാണുന്നുണ്ടല്ലോ, അതുപോലെ അത്യാവശ്യം തണുപ്പും ഉണ്ട്. തണുപ്പില്ലെന്ന് പറയാൻ വയ്യ. എന്ന് പറഞ്ഞ് ഭീകര മറ്റേ മഞ്ഞിൻ്റെ തണുപ്പില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളവർ തന്നെയാണ് കൂടുതൽ പേരും. ഈ പറയുന്ന കണക്ക് നമ്മളെ നാട്ടിലിപ്പം
ആക്കുളം പാർക്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആക്കുളം പാർക്കിൽ അടുത്തുനിന്ന് വരുന്നവർ വളരെ കുറച്ച് പേരേ കാണുള്ളൂ. പക്ഷേ ഈ പറയുന്ന കണക്ക് വല്ലപ്പോഴും ട്രിവാൻഡ്രം വരുന്നവരാരെങ്കിലും പാർക്ക് കാണാൻ വന്നാൽ അങ്ങനെയുള്ളവരായിരിക്കും കൂടുതൽ. മീൻസ് ഇപ്പം വീക്കെൻഡ് അല്ലാതെ ഉള്ള ദിവസങ്ങൾ, ഇതിപ്പം എന്തോ അവർക്ക് വർക്കിംഗ് ഡേ ആണല്ലോ. പക്ഷേങ്കിലും ഇന്നും ഇവിടെ ഉള്ളത് കൂടുതലും ഇവിടെയുള്ള ചുറ്റുമുള്ള ആൾക്കാരാണെന്നാണ് തോന്നുന്നത് കേട്ടോ. കുറച്ച് പേരൊക്കെ നല്ല രസമായിട്ട് പഞ്ചാബി ഡ്രസ്സൊക്കെ തന്നെ ധരിച്ചിട്ടുണ്ട്. കൊള്ളാം. എന്തായാലും മൊത്തത്തിൽ ഒരു വൺ ടൈം വിസിറ്റിന് പറ്റിയ സ്ഥലമാണ്. ഓൾറെഡി ഈ എന്താണ് ഇങ്ങോട്ട് ചണ്ഡീഗറിലോട്ട് കയറിയപ്പോൾ തന്നെ ഉള്ള ആ സിറ്റിയുടെ ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ ദീപു പറയുന്നുണ്ടായിരുന്നു സൈക്കിൾസിന് പ്രത്യേക റോഡ്, അങ്ങനെ ഭയങ്കര കിടിലമായിട്ട് പ്ലാൻ ചെയ്ത് തന്നെ ചെയ്തിട്ടുള്ള സിറ്റിയാണെന്നാണ് പറഞ്ഞേക്കണേ. എന്തായാലും നോക്കാം, നമുക്ക് പുതിയ പുതിയ പ്രത്യേകതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കി കണ്ടുപിടിക്കാം. പിന്നെ എന്താണ്, അങ്ങനെ എന്തെങ്കിലും എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്തിടാം. എന്തായാലും ചണ്ഡീഗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ വന്ന് കാണാൻ പറ്റുമെങ്കിൽ പഞ്ചാബ് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. അതിൽ പഞ്ചാബിൻ്റെ ഹരിയാനയുടെയും ഒരു സെൻറ്ററായിട്ട് വരും ഈ ചണ്ഡീഗഡ് എന്ന് പറയുന്നത്. അപ്പം ചണ്ഡീഗഡും ഒരു മസ്റ്റ് വിസിറ്റ് തന്നെയാണ് നമുക്കിപ്പോൾ ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ.